ഹലോ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാതെ പോയ ആളുകൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പുതിയ ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുക എന്നതിനെ കുറിച്ചുള്ള. അപ്പോൾ അതിന് താഴെ ഏകദേശം 300-നടുത്ത് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പല ആളുകൾക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ചില ആളുകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, അതെങ്ങനെ എടുക്കാം എന്നിങ്ങനെയുള്ള പല സംശയങ്ങളുമായിരുന്നു. ആ ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്ന കൂടുതൽ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ A to Z ഇൻഫോവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ തൊട്ട് മുൻപുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണുക. ഈ 2 വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരുന്നതായിരിക്കും. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുന്നതാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യമായി നോക്കുന്നത് നമ്മുടെ കമൻറ്റിൽ ഏകദേശം 40% ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, ബർത്ത് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ ഞങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല, എങ്ങനെ സൈറ്റിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അതെങ്ങനെയെന്ന് നമ്മൾ കൃത്യമായി നോക്കാം. ഗൂഗിളിൽ കേസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന ഒരു വെബ്സൈറ്റിൽ എത്തുന്നതാണ്. ഇനി നിങ്ങൾക്ക് കേസ്മാർട്ട് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പഴയ മോഡൽ, അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചെടുക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള പുതിയ QR കോഡുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ പാസ്പോർട്ട് ഓഫീസ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, പഴയ ബർത്ത് സർട്ടിഫിക്കറ്റുള്ള എല്ലാ ആളുകളും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ പുതിയ ബർത്ത് സർട്ടിഫിക്കറ്റ് മാറ്റിയെടുക്കാം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇതുവരെ ജനന സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നും, അതുപോലെ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയായിട്ടുള്ള, അതായത് പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ക്ലിയർ ആയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇങ്ങനെ ഇൻ്റർഫേസ് കാണുമ്പോൾ അതിൽ താഴെ ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ സംഭവം കാണാം, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ പലതും. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡിസ്ട്രിക്ട്, അതേപോലെ ലോക്കൽ ബോഡി ഏതാണ്, അതായത് നിങ്ങളുടെ പഞ്ചായത്താണോ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷനോ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതാണോ പഞ്ചായത്ത് അത് സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്നതിൽ ആണാണോ പെണ്ണാണോ അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. പഞ്ചായത്തിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ നൽകിയിട്ടുള്ളത് ആ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നൽകുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്തതിൽ മിനിമം 3 അക്ഷരെങ്കിലും മാതാവിൻ്റെ പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് കാണും. ഏറ്റവും താഴെയുള്ള ആ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഐ ആം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ കാണാം. മുകളിൽ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രായമുള്ള ആളുകൾക്ക്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്ന തൊട്ട് മുൻപായി മറ്റൊരു സംശയം കൂടിയായിരുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള പേര്, ഡേറ്റ്, അതേപോലെ ഫാദറിൻ്റെ മദറിൻ്റെ പേരൊക്കെ എങ്ങനെ തിരുത്താമെന്നത്. അഡ്രസ്സ് വലിയ പ്രശ്നമില്ല. പേര് തിരുത്തുന്നതിന് സ്കൂളിൽ ചേർത്ത ആളാണെങ്കിൽ സ്കൂൾ എക്സ്ട്രാക്ട് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റോ തുടങ്ങിയിട്ടുള്ള രേഖകൾ എന്തെങ്കിലും വേണം. അതല്ല ചെറിയ കുട്ടികളാണെങ്കിൽ പുതിയ രേഖയുടെ ആവശ്യമൊന്നുമില്ല, മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആധാർ കാർഡ് വെച്ച് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ പേര് തിരുത്താൻ 7 ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസം കൊണ്ട് തന്നെ റെഡിയാകുന്നതാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ പേര് തിരുത്തുന്നതിന് അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും ഒപ്പം 2 വിശ്വസനീയ വ്യക്തിയുടെ സാക്ഷ്യപത്രവും, അതായത് 197 സർട്ടിഫിക്കറ്റും ആവശ്യമായി വരും. ഏകദേശം 10 ദിവസം അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് റെഡിയാവുന്നതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരോ തിരുത്തുന്നതിനോ അതല്ലെങ്കിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ പേര് തിരുത്തുന്നതിന് എൻ്റെ വാട്സപ്പുമായി കോൺടാക്ട് ചെയ്യുന്നതാണ്. വാട്സപ്പുമായി കോൺടാക്ട് ചെയ്യുന്നതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്ത് കാണുന്നുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചതും അതുപോലെ പരാതി പറഞ്ഞിട്ടുമായുള്ള കാര്യമാണ്, എനിക്ക് 35 വയസ്സായി, അതല്ലെങ്കിൽ എനിക്ക് 40 വയസ്സായി, ഇതുവരെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടില്ല, അതായത് പഞ്ചായത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പള്ളിയിൽ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യുമെന്നാണ്. പുതുതായി ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിനായി ആദ്യം നമ്മൾ ഏത് പഞ്ചായത്തിലാണോ താമസിക്കുന്നത് ആ പഞ്ചായത്തിൽ നിന്നൊരു നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്, NAC സർട്ടിഫിക്കറ്റ് എന്ന് പറയും, ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലോ ചെന്ന് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കുന്ന രേഖ, അത് പാസ്പോർട്ടോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ എന്തെങ്കിലും ഒരു രേഖയും അതുപോലെ
ഒരു നോട്ടറി വക്കീലിൻ്റെ അടുത്ത് നിന്ന് 200 രൂപയുടെ ഒരു അഫിഡവിറ്റിയും നൽകേണ്ടതാണ്. ഇത്തരത്തിൽ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഇതുവരെ ഈ ഒരു പഞ്ചായത്തിൽ ആൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് പ്രൊസീജിയർ. ശേഷം നമ്മുടെ മാതാപിതാക്കളുടെ എന്തെങ്കിലും ഒരു രേഖ, മാതാവോ പിതാവോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരുടെ മരണ സർട്ടിഫിക്കറ്റ് വെച്ചാലും മതി എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് പ്ലേസ് തുടങ്ങിയവ തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖ, ഈ 3 കാര്യങ്ങളും പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. പാസ്പോർട്ട് സമർപ്പിച്ചാലും മതി. എന്നിവ വഴി വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അത് RDOയിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനാണ്. ഇതൊരു ഓഫ്ലൈൻ പ്രോസസ്സാണ്. ഏകദേശം 1 മാസം മുതൽ 1.5 മാസം വരെ പിടിക്കാം. ഓരോ RDOയുടെ കീഴിലും എത്ര അവിടെ പെൻഡിങ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് RDO അനുമതി ഒന്നുകിൽ പോസ്റ്റ് വഴിയോ അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴിയോ ലഭിക്കുന്നതാണ്. ഈ ഒരു RDO പ്രൊസീഡിങ്ങും ഈ NAC നേരത്തെ ലഭിച്ചിരുന്ന NACയുടെ കോപ്പിയും വെച്ച് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു അപേക്ഷ നൽകിയാൽ ഏകദേശം 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഒരു പ്രധാന സംശയമായിരുന്നു പല ആളുകൾക്കും, പ്രായമുള്ളവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നത്. ശരിക്കും സ്കൂൾ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട്. ഭാവിയിൽ SIR പോലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരികയുള്ളൂ. എന്നിരുന്നാലും ജനന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, നിങ്ങൾക്ക് കറക്റ്റായി ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ പേരും അഡ്രസ്സൊക്കെ ഉള്ള സ്കൂൾ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും വലിയ പ്രശ്നം ഇപ്പോൾ നിലവിലില്ല. അത്തരത്തിലേ ഇപ്പോൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നിയമം അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ കമൻറ്റുകൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനായി A to Z ഇൻഫോ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.